ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 ഇയർ ഡിഗ്രി FUGPയുടെ ഫോർത്ത് സെമ്മിലെ ഒരു പേപ്പറായിട്ടുള്ള കോർപ്പറേറ്റ് റെഗുലേഷൻ ആൻഡ് ഗവേണൻസ് എന്ന പേപ്പറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ മെയിനായിട്ടും 4 മൊഡ്യൂളുകളാണുള്ളത്. അതിൽ ഫസ്റ്റത്തെ മൊഡ്യൂളാണ് ഇപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റത്തെ മൊഡ്യൂളിൽ ഒരു ചെറിയൊരു പോർഷനാണ് ഇപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ആക്ട് 2013 ആണ്. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള കുറച്ച് പോയിൻറ്റുകളാണ്. എന്താണ് കമ്പനി ആക്ട് 2030, കമ്പനിയുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടർ, അതുപോലെ തന്നെ കൈൻഡ്സ് ഓഫ് കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ്, കോർപ്പറേറ്റ് വെയിൽ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും പോയിൻറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കമ്പനി എന്നുള്ളതാണ്. അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ കമ്പനി എന്നുള്ളൊരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1956 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അതിനൊന്നും കൂടെ മോഡിഫൈ ചെയ്ത് ഇതാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി ആക്ട് 2030 എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം കമ്പനി ആക്ട് 2030 പ്രകാരം എന്താണ് കമ്പനീനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് എ കമ്പനി ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ യുണൈറ്റഡ് ഫോർ എ കോമൺ ഒബ്ജക്റ്റ്. അതായത് ഒരു കോമൺ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഗോളിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിനെയാണ് കമ്പനി എന്ന് പറയുന്നത്. അതായത് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആണ്, കോമൺ സീൽ ഉണ്ടായിരിക്കും. ഇങ്ങനെ കൂടി ചേർന്നതാണ് എന്ത്, ഒരു കമ്പനി എന്ന് പറയുന്നത്. ഇനി കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് തന്നെ എഴുതാൻ പറ്റും. അതായത് കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആണ്, അതുപോലെ തന്നെ കോമൺ സീൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തിൽ എഴുതാൻ പറ്റും, ഫീച്ചർ ചോദിച്ചാലും ക്യാരക്ടർ ചോദിച്ചാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഫീച്ചർ അല്ലെങ്കിൽ ക്യാരക്ടർ ഓഫ് എ കമ്പനിയാണ് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് വോളണ്ടറി അസോസിയേഷൻ ആണ്. കമ്പനി എന്ന് പറയുന്നത് ഒരു വോളണ്ടറി അസോസിയേഷനാണ്. അതായത് ടിപ്പിക്കലി ഒരു കമ്പനി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലീഗൽ ആയിട്ടുള്ള സെപ്പറേറ്റ് ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി കമ്പനിക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ കമ്പനിക്ക് സെപ്പറേറ്റ് ആ ഒരു കമ്പനി എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലീഗൽ പേഴ്സൺ ആണ്. അതായത് കമ്പനി എന്ന് പറയുമ്പോൾ ആ ഒരു ടേം അവിടെ വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു കമ്പനീനെ അവിടെ വാലിഡായിട്ട് കണക്കാക്കുള്ളൂ. അപ്പോൾ കമ്പനി എന്നുള്ളൊരു സ്ഥാപനത്തിന് മാത്രം ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. ആ കമ്പനി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം. അതുപോലെ തന്നെ കുറച്ച് ഹ്യൂമൻസ് ആൾക്കാർ അവിടെ ചേർന്ന് അവരുടെ എഫേർട്ടും കാര്യങ്ങളും എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനൊരു കമ്പനിയായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ കമ്പനി എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. അതുപോലെ തന്നെ കമ്പനിക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കണം. അതായത് ഒഫീഷ്യലായിട്ടുള്ളൊരു സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനീനെ ലീഗലായിട്ടുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുള്ളൂ, കമ്പനീനെ എന്ത് ചെയ്യാനും പറ്റുള്ളൂ, രജിസ്റ്റർ ചെയ്യുക. കമ്പനി ആക്ട് 2030 പ്രകാരം രജിസ്റ്റർ ചെയ്യാനും പറ്റുള്ളൂ. ദെൻ പെർപ്പച്വൽ സക്സഷൻ ആണ്. പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയുടെ ഓണർഷിപ്പ് മാറ്റുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഡെത്ത് സംഭവിക്കുക, ഇൻസോൾവൻസി സംഭവിക്കുക, ഇങ്ങനെയുള്ള കേസ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, കമ്പനിയുടെ ലീഗൽ റെസൊല്യൂഷൻസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. അതാണ് പെർപ്പച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ഷെയർസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതാണ് ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. പിന്നെ കോമൺ സീൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ അടുത്ത ലാസ്റ്റ് പോയിന്റ് പറയുന്നത് കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ് ആണ്. അതായത് കമ്പനി എന്തെങ്കിലും മോശമായിട്ടോ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്പനി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേസ് കൊടുക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ടും കമ്പനീനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എ കമ്പനി ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ യുണൈറ്റഡ് ഫോർ കോമൺ ഒബ്ജക്റ്റ്.
ഒരു കോമൺ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൂട്ടം ആൾക്കാർ, കോമൺ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കോമൺ ഗോളിനൊക്കെ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു കമ്പനി എന്ന് പറയുമ്പോൾ കമ്പനിക്ക് വോളണ്ടറി അസോസിയേഷൻ, അതായത് പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ളൊരു പർപ്പസാണ്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. കമ്പനി എന്ന് പറയുന്നത് എന്താണ്, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലീഗൽ പേഴ്സൺ ആണ്. കമ്പനിക്ക് കോമൺ സീൽ ഉണ്ടായിരിക്കണം. പെർപച്വൽ സക്സഷൻ ആണ്. കമ്പനിയുടെ ഷെയർസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. കപ്പാസിറ്റി സ്യൂ ആൻഡ് ബി സ്യൂഡ് ആണ്, അതായത് കമ്പനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനിയിൽ ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്കെതിരെ എന്ത് ചെയ്യുന്നുണ്ട്, കേസ് കൊടുക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് ഇനി നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് കൈൻഡ്സ് ഓഫ് കമ്പനി, അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും കോർപ്പറേറ്റ് വേയിലുമാണ്. അതിൽ മെയിനായിട്ടും കുറച്ച് വൈഡായിട്ടുള്ള ടോപ്പിക്ക് കൈൻഡ്സ് ഓഫ് കമ്പനിയാണ്. ബാക്കി ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും അതുപോലെ തന്നെ കോർപ്പറേറ്റ് വേയിലും ചെറിയൊരു ടോപ്പിക്കാണുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.